പശ്ചിമ ബംഗാളിലെ സിലിഗുഡിയിൽ ട്രെയിൻ അപകടം ഉണ്ടായി 5 പേർ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ വലിയ സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. 15 ആംബുലൻസുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ NFRന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ചരക്ക് തീവണ്ടി സിഗ്നൽ തെറ്റിച്ച് യാത്രാ തീവണ്ടിയുടെ പാസഞ്ചർ ട്രെയിനിന്റെ പിന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണ് അധികൃതരെല്ലാവരും. മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം കൂടുതൽ കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. ആളുകൾക്ക് പ്രാഥമികമായ ശുശ്രൂഷ നൽകിയതിനു ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അടക്കം. കേന്ദ്ര റെയിൽവേ സഹമന്ത്രി റവനീത് സിംഗ് ബിട്ടു ഇപ്പോൾ എക്സിൽ കുറിക്കുന്നത് ഒരു ദൗർഭാഗ്യകരമായ ആക്സിഡന്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ സേനാ അംഗങ്ങൾ എല്ലാവരും NDRFന്റെയും SDRFന്റെയും ഒക്കെ സംഘങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പരിക്കേൽക്കുന്ന എല്ലാവരെയും എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സീനിയർ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. എത്രയും പെട്ടെന്ന് സാധ്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വലിയ തോതിൽ വേഗത്തിൽ നടക്കുന്നു എന്നത് ആശ്വാസകരമായ വാർത്ത കൂടിയാണ്. അനൂപ് ദാസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, കൂടുതൽ ആളുകളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ? രക്ഷാപ്രവർത്തനം തുടരുന്നു. വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിയുന്നുണ്ട് എന്ന ആശ്വാസ വിവരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു പുതിയ വാർത്ത വരികയാണ്. ഈ അപകടത്തിൽപ്പെട്ട പരിക്ക് പറ്റിയ ആളുകളെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 30ഓളം പേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇനിയും ചില ആളുകൾ എത്തിക്കാനുണ്ട്. പക്ഷേ പരിക്കേൽക്കാത്ത എന്നാൽ ഈ തീവണ്ടിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് എത്തേണ്ടത് കൊൽക്കത്തയിലേക്കാണ്. കൊൽക്കത്തയിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനം കൂടി സംസ്ഥാന സർക്കാർ ഒരുക്കുകയാണ്. 10 ടൂറിസ്റ്റ് ബസ്സുകൾ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കൂടുതൽ ബസ്സുകൾ ഉടൻ അയക്കും. ആ ബസ്സുകളിൽ അവർക്ക് മറ്റൊരു സമാന്തരമായി ഈ ട്രെയിൻ എന്തായാലും ഈ വഴിയിലൂടെ ഇപ്പോൾ അപകടം സംഭവിച്ച പാതയിലൂടെ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കാൻ മണിക്കൂറുകൾ എടുക്കും. അതുകൊണ്ട് ഈ അപകട സ്ഥലത്ത് നിന്ന് ആ തീവണ്ടിയിൽ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരെ കൊൽക്കത്തയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു. 10 ബസ്സുകൾ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തും എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഈ പരിക്കേറ്റ ആളുകൾക്ക് മെച്ചപ്പെട്ട ചികിത്സ സാധ്യമാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി മമതാ ബാനർജി നൽകിയിരിക്കുന്നു. ഈ ഗുരുതരമായി പരിക്കേറ്റ 10ലധികം ആളുകൾ അവരെ വേണമെങ്കിൽ കൊൽക്കത്തയിലോ മറ്റെവിടെയെങ്കിലുമുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് മാറ്റണമെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ എന്തുതന്നെയായാലും നൽകണം എന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നൽകിയിട്ടുള്ളത്. ആരോഗ്യ കാര്യങ്ങൾ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ആളുകളുടെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേണം എങ്കിൽ വായുമാർഗം തന്നെ എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. മറ്റൊരു വാർത്തയുള്ളത്, കുടുങ്ങിക്കിടക്കുന്ന കുറച്ച് പേരെ കൂടി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 10 പേരെ കൂടി രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുണ്ട് എന്നത്. അതിൽ ചിലരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു എന്ന ആശ്വാസകരമായ വാർത്ത സംഭവ സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ, അതിപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന, പോലീസ്, ഫയർഫോഴ്സ്, നാട്ടുകാർ, ഈ ട്രെയിനിലുണ്ടായിരുന്ന മറ്റാളുകളെല്ലാം ചേർന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം വളരെ സജീവമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുള്ളത്, ഈ മരണപ്പെട്ട ആളുകളിൽ ഒരാൾ ചരക്ക് തീവണ്ടിയുടെ അപകടത്തിന് കാരണമായ ചരക്ക് തീവണ്ടിയുടെ ലോക്കോ പൈലറ്റാണ്. അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചു. ഇപ്പോൾ ഈ ചരക്ക് തീവണ്ടി സിഗ്നൽ തെറ്റി ഇടിക്കാനുള്ള കാരണം എന്താണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് സംബന്ധിച്ച ഒരു അന്വേഷണം എന്തായാലും റെയിൽവേ നടത്തും. പക്ഷേ അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തി. അദ്ദേഹം യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും എല്ലാം ചേർന്ന് ഏകോപിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ റെയിൽവേയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് സംഭവ സ്ഥലത്തേക്ക് ഉടനെ എത്താനുള്ള ഒരു നിർദ്ദേശവും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നൽകിയിരിക്കുന്നു. മറ്റ് മന്ത്രിമാരും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, പ്രാഥമികമായ അന്വേഷണത്തിൽ ലോ വിസിബിലിറ്റിയാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ള ഒരു വിവരമാണ് പ്രാഥമികമായി റെയിൽവേ അധികൃതർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ശൈത്യ മേഖലയിലേക്കുള്ള യാത്ര പുറപ്പെട്ട
ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ അവിടെ മൂടൽമഞ്ഞടക്കമുള്ളവ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാഴ്ചക്കുറവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സിഗ്നൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല ലോക്കോ പൈലറ്റിന് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും 5 പേരുടെ മരണം, 30-ലധികം ആളുകൾക്ക് പരിക്കേറ്റുണ്ട്. കൂടുതൽ ആളുകളെ ഇപ്പോഴും ഈ പാളം തെറ്റിയ ബോഗികളിൽ നിന്ന് പുറത്തെടുക്കാനുണ്ട്. ഗ്യാസ് കട്ടറുകളൊക്കെ ഉപയോഗിച്ച് ഈ ചരക്ക് വാഹനത്തിൻ്റെയും പാളം തെറ്റിയ ബോഗികളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ മാറ്റി കൂടുതൽ ആളുകളെ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിലൂടെ ആശുപത്രികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയുമാണ്.